ഓസ്ട്രേലിയയിൽ കക്കയിറച്ചി കിട്ടുമോ? കിട്ടും മക്കളെ. ഞാൻ എപ്പോൾ സ്റ്റോറി ഇട്ടാലും എൻ്റെ പെൺപിള്ളേർ വന്ന് ചോദിക്കുന്ന റോസ്റ്റി റെസിപ്പി ഇട് എന്നാൽ അതേ പിടിച്ചോ റെസിപ്പി ഇപ്പം തന്നെ സേവ് ചെയ്ത് വെച്ചോ. അപ്പോൾ നമ്മൾ ഈ ഫ്രോസൺ കക്കയിറച്ചി മേടിച്ച് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം കുറച്ച് കുടംപുളി ഇട്ട് നന്നായിട്ട് തിളപ്പണം, എങ്കിലേ ഉളുമ്പ് പോവും. അതിനുശേഷം ആ കുടംപുളി എടുത്ത് കളയുക. ഇടകെട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം പെരിഞ്ചീരകം ഇട്ട് പൊട്ടിക്കുക. നമുക്ക് കോക്കനട്ടിൻ്റെ സ്ലൈസസ് ഉണ്ട്, അതിട്ടാൽ നല്ല ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നല്ല നീളത്തിൽ അരിഞ്ഞത് ഇട്ട് വഴറ്റുക. അതിനുശേഷം സവാള ഇട്ട് വഴറ്റുക. നന്നായിട്ട് വഴന്ന ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് റോസ് സ്മെല്ല് മാറുന്നിടം വരെ ഇടുക. ഇതിനകത്ത് നമ്മൾ മല്ലിപ്പൊടി ഇടുന്നില്ല, അതിന് പകരം പെരിഞ്ജീരകമാണ് കൂടുതൽ ഇടുന്നത്. നമ്മുടെ വീട്ടിൽ ചെയ്ത ഗരം മസാലയാണ്, അപ്പോൾ പെരിഞ്ജീരകം കുറച്ചേറെ ഇട്ട് പൊടിച്ചാൽ മതി. അതിനുശേഷം നല്ല ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് വഴറ്റി വറ്റിയെടുക്കുക. അടിപൊളിയാണ് ഈ ഒരു കക്കയിറച്ചി ഒലത്ത്. ഇപ്പം തന്നെ വീഡിയോ സേവ് ചെയ്ത് വെച്ച് ഉപകാരപ്പെടും.